ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ കൊല്ലാൻ നിയമ ഭേദഗതിക്കൊരുങ്ങി സർക്കാർ. ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. നടപടി മലയോര ജനതയെ ഒപ്പം നിർത്തുക എന്നുള്ള സർക്കാർ ലക്ഷ്യം. ബില്ല് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാൻ നീക്കം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മലയോര ജനതയെ ഒപ്പം നിർത്തുക എന്ന ലക്ഷ്യം കൂടി ഇതിന് പിന്നിലുണ്ട്. പ്രശാന്ത് ചേരുന്നു. പ്രശാന്ത്, എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്കയ്ക്കിടയാക്കുന്ന സാഹചര്യമായിരുന്നു ഈ വന്യജീവികൾ ജനവാസ മേഖലയിൽ ഇറങ്ങുന്നത്. അതിനെതിരെ എന്തായാലും ഒരു ബില്ല് പാസാക്കാനുള്ള നീക്കത്തിൽ തന്നെയാണ്. ബില്ല് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ അവതരിപ്പിക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? പ്രശാന്ത്, കേൾക്കാൻ കഴിയുന്നുണ്ടോ? ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന വന്യജീവികളെ കൊല്ലാൻ നിയമ ഭേദഗതിക്ക് ഒരുങ്ങുകയാണോ സർക്കാർ? രോഹിണി, സംസ്ഥാന സർക്കാർ ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിൽ വന്യജീവി ആക്രമണം മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. ഈ മന്ത്രിസഭാ യോഗത്തിൽ വന്യജീവി ആക്രമണം അതുമായി ബന്ധപ്പെട്ട നിയമ ഭേദഗതിക്ക് തയ്യാറെടുക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതായത് ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന ക്രൂരജന്തുക്കളെ കൊല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള നിയമ ഭേദഗതിയാണ്. 1972 നിയമ ഭേദഗതിക്കാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാർ തയ്യാറെടുക്കുന്നത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതുമായി ബന്ധപ്പെട്ടാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ഇന്ന് ചേരുന്നത്. അതിനുശേഷം ബില്ല് വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ തന്നെ ഈ ബില്ല് അവതരിപ്പിക്കുകയും ചെയ്യും. ഇതാണ് ഇപ്പോൾ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്നായിട്ടുള്ള നീക്കം നടക്കുന്നത്. മലയോര മേഖലകളിലടക്കം വന്യജീവി ആക്രമണങ്ങൾ പെരുകുകയും ഇതിനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു നടപടി ഒരു പ്രത്യേക മന്ത്രിസഭാ യോഗം വിളിച്ചു കൂട്ടിക്കൊണ്ട് ബില്ല് അവതരിപ്പിക്കുകയുള്ള നീക്കം, നിയമ ഭേദഗതി ചെയ്തുകൊണ്ട് ബില്ല് അവതരിപ്പിക്കുകയുള്ള നീക്കം നടക്കുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പ്, തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പും അതോടൊപ്പം തന്നെ നിയമസഭാ തെരഞ്ഞെടുപ്പും അടുത്തു വരുന്നൊരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. മലയോര മേഖലകളിലുള്ളവർ, അതായത് ഇടുക്കി, പാലക്കാടിൻ്റെ മലയോര മേഖല, അതോടൊപ്പം തന്നെ വയനാട്, ഇത്തരത്തിലുള്ള മലയോര മേഖലകളിലുള്ള ജനവാസ മേഖലകളിലുള്ളവരെല്ലാവരും വളരെ രീതിയിൽ പ്രതിഷേധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. വന്യജീവി ആക്രമണങ്ങൾ പെരുകുന്നതിനിടെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. വന്യജീവികൾ നാട്ടിൻപുറങ്ങളിലിറങ്ങി ജനങ്ങളുടെ സ്വൈര്യജീവിതം തകർക്കുന്ന സാഹചര്യമൊക്കെ നിലനിൽക്കുന്നുണ്ട്. സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും സർക്കാരിനെതിരെ വലിയ രീതിയിലുള്ള പ്രതിഷേധം ഇതുമായി ബന്ധപ്പെട്ട് നിലനിൽക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട്. ഈ സാഹചര്യത്തിലാണ് ഒരു നിയമ ഭേദഗതിക്ക് സർക്കാർ തയ്യാറെടുക്കുന്നു എന്നതും ശ്രദ്ധേയമാണ്. അതായത് ഇലക്ഷൻ മുന്നിൽ കണ്ടുകൊണ്ടുള്ളൊരു നീക്കമാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരികയും കൂടി ചെയ്യുന്നത്. ഇതിൻ്റെ പശ്ചാത്തലത്തിലാണോ സർക്കാരിൻ്റെ നിലവിലെ ഈ മലയോര മേഖലകളിലുള്ളവരോടുള്ള സ്നേഹം എന്നതുകൂടിയാണ് ഇപ്പോൾ ചോദ്യചിഹ്നമായി ഉയരുന്നത്. മറ്റൊരു കാര്യമെന്ന് പറയുന്നത് ഇതോടൊപ്പം തന്നെ കാട്ടുപന്നിയെ, ജനവാസ മേഖലയിൽ ഇറങ്ങുന്ന കാട്ടുപന്നിയെ വെടിവെച്ച് കൊല്ലണം എന്നൊരു ആവശ്യമുണ്ടായിരുന്നു. അതായത് അതിനും കേന്ദ്ര സർക്കാരിൻ്റെ നിയമങ്ങൾ നിലനിൽക്കുന്ന സാഹചര്യമുണ്ട്. അതിനെ കൂടി ഭേദഗതി ചെയ്യാൻ, അതായത് സംസ്ഥാന സർക്കാരിൻ്റെ സ്വന്തം നിലയ്ക്ക് കാട്ടുപന്നികൾ അടക്കമുള്ള ഏതാനും ചില ക്ഷുദ്രജീവികളെ, വന്യജീവികളെ ക്ഷുദ്രജീവികളായി ലിസ്റ്റ് ചെയ്യപ്പെടാനുള്ളൊരു നീക്കവും നടക്കുന്നുണ്ട്. അതിൽ ഈ കാട്ടുപന്നിയെ കൂടി ഉൾപ്പെടുത്തുകയും ചെയ്യും. എന്തായാലും ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരും. ആ മന്ത്രിസഭാ യോഗത്തിൽ ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾക്കെല്ലാം തീരുമാനമുണ്ടാകും. സംസ്ഥാനത്തെ ഈ ക്രൂരജന്തുക്കളെ, അതായത് വന്യമൃഗങ്ങളെ കൊല്ലുന്നതിനുള്ള നിയമ ഭേദഗതിക്കുള്ള തയ്യാറെടുപ്പാണ് സംസ്ഥാന സർക്കാർ നടക്കുന്നത്. 1972 നിയമം ഭേദഗതി ചെയ്തുകൊണ്ട് അതിൽ മാറ്റങ്ങൾ വരുത്തുകയും ചെയ്യും. അതോടൊപ്പം തന്നെ വരുന്ന വരുന്ന നിയമസഭാ സമ്മേളന കാലത്ത് ബില്ലായി അവതരിപ്പിക്കുകയും ചെയ്യും. ഇത് എത്ര കണ്ട് ഫലവത്താകുമെന്ന് അതെ, അതുതന്നെയാണ് ചോദ്യം പ്രശാന്ത്. കാരണം ഇത്തരം നടപടികളിലേക്കൊക്കെ സർക്കാർ കടക്കുന്നത് തികച്ചും സ്വാഗതാർഹം തന്നെയാണ്, അതിലൊരു സംശയവുമില്ല. പക്ഷേ നമുക്കറിയാം എത്രമാത്രം മലയോര ജനത അല്ലെങ്കിൽ കാടിനോടടുത്ത് താമസിക്കുന്നവർ കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി അനുഭവിക്കുന്ന ഒരു ദുരിതമാണ് ഈ ജനവാസ മേഖലയിലേക്ക് വന്യജീവികൾ എത്തുന്നത്. അവിടെയൊന്നും കാര്യക്ഷമമായ ഒരു ഇടപെടൽ നടത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, വനംവകുപ്പിനെതിരെ അതിരൂക്ഷമായ വിമർശനമാണ് ഉയർന്നത്. നിരവധി ജീവനുകൾ ഇതിനോടകം തന്നെ പൊലിഞ്ഞു. അതൊക്കെ സർക്കാരിന് ഒഴിവാക്കാമായിരുന്നു. പക്ഷേ അവിടെയൊന്നും ഒരു കൈകടത്തൽ പോലും നടത്താതെ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന വേളയിൽ മലയോര ജനതയെ കൂടെ നിർത്താൻ എന്നുള്ള ഒരു ലക്ഷ്യം എന്നൊക്കെ പറഞ്ഞുള്ള ചില മുഖം രക്ഷിക്കൽ തന്ത്രമായി തന്നെയല്ലേ നമുക്കിതിനെ കാണാൻ കഴിയുക? രോഹിണി, ഈ ജനവാസ മേഖലകളിൽ വന്യജീവി ആക്രമണങ്ങൾ പെരുകുന്ന സ്ഥലങ്ങളുണ്ട്. കാട്ടാന ആക്രമണമായാലും ശരി, പുലി, കടുവ,
കാട്ടുപന്നി അടക്കമുള്ളവ കൃഷി നശിപ്പിക്കുന്ന സാഹചര്യമുണ്ട്. ഇവിടെയെങ്ങും സംസ്ഥാന സർക്കാർ സ്വീകരിക്കുന്ന നടപടികൾ സ്വീകരിച്ചിട്ടുള്ള ഫെൻസിംഗ് അടക്കമുള്ളവ കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല. മാത്രമല്ല മറ്റ് പ്രതിരോധ സംവിധാനങ്ങൾ, അതായത് വന്യജീവികൾ കാട് വിട്ട് പുറത്തേക്ക് ഇറങ്ങുവാനുള്ള പ്രതിരോധ സംവിധാനങ്ങൾ ഏതൊക്കെയാണോ സ്വീകരിക്കേണ്ടിയിരുന്നത് അത്തരം പ്രതിരോധ സംവിധാനങ്ങളൊന്നും കാര്യക്ഷമമായി പ്രവർത്തിക്കുന്നില്ല എന്നത് വലിയ രീതിയിൽ ആക്ഷേപമായി വരുന്നു. വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഓരോ വന്യജീവി ആക്രമണങ്ങൾ ഉണ്ടാകുമ്പോഴും ഓരോ ജീവൻ നഷ്ടപ്പെടുമ്പോഴും യോഗം ചേരുന്നതല്ലാതെ, അല്ലെങ്കിൽ വനംവകുപ്പിൻ്റെ യോഗം ചേരുന്നതല്ലാതെ ഇതുവരെ ഇക്കഴിഞ്ഞ നാളുകളിലുള്ള നടപടികൾ പരിശോധിക്കാമെങ്കിൽ ആ സമീപത്ത് കാലത്തുണ്ടായ ഒരു കാര്യത്തിലും കൃത്യമായ ഒരു ഇടപെടൽ വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വിമർശനാത്മകമായിട്ട് ഉയരുന്നത്. ഈ സാഹചര്യത്തിൽ കൂടിയാണ് സംസ്ഥാന സർക്കാർ ഇപ്പോൾ ഈ നിയമ ഭേദഗതിക്ക് ഒരുങ്ങുന്നത് എന്നതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ടത്. അത് നേരത്തെ രോഹിണി സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ മലയോര മേഖലയിലുള്ള അതായത് വന്യജീവി ആക്രമണം തടയണം, അല്ലെങ്കിൽ വന്യജീവി ആക്രമണത്തെ തടയിടണം എന്നൊരു ലക്ഷ്യമല്ല ഇതിന് പിന്നിലുള്ളത്. അതിന് പിന്നിൽ മറ്റൊരു ലക്ഷ്യം എന്ന് പറയുന്നത് രാഷ്ട്രീയ ലക്ഷ്യമാണ്. അത് തെരഞ്ഞെടുപ്പ് വന്നിരിക്കുന്നു, വലിയ തിരിച്ചടി ഉണ്ടാകും. മലയോര മേഖലകളടക്കം സംസ്ഥാന സർക്കാരിനെതിരെ തിരിഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്, പ്രതിഷേധങ്ങളുണ്ട്. ഒറ്റപ്പെട്ടതും വലുതുമായിട്ടുള്ള വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ പലയിടങ്ങളിൽ നടക്കുന്നുണ്ട്. ഇത് മുന്നിൽ കണ്ട് മാത്രമല്ല സഭകൾ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇവരെയൊക്കെ ഒപ്പം നിർത്തിക്കൊണ്ട് ഈ തെരഞ്ഞെടുപ്പിനെ നേരിടുക, തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ വിജയം കൈവരിക്കുക എന്നതടക്കമുള്ളതാണ്, വിജയം കൈവരിക്കുക എന്നതാണ് ഈ നീക്കത്തിന് പിന്നിലെന്നാണ് വലിയ രീതിയിൽ ആക്ഷേപമായിട്ട് വരുന്നത്. അല്ലാതെ ഈ കർഷക പ്രേമമോ ജനവാസ മേഖലയിലുള്ള ആളുകൾക്കുള്ള പ്രേമമോ അല്ല സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ നിയമ ഭേദഗതിക്ക് മുമ്പ് വന്യജീവി ആക്രമണങ്ങൾ തടയിടുവാനുള്ള നടപടികളായിരുന്നു സ്വീകരിക്കേണ്ടിയിരുന്നത് എന്നും ഉയരുന്നു. എന്തായാലും ഇന്ന് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നുണ്ട്. മന്ത്രിസഭാ യോഗത്തിൽ ഇക്കാര്യത്തിലടക്കം തീരുമാനങ്ങൾ ഉണ്ടാകും. അതിനുശേഷമായിരിക്കും നിയമസഭാ സമ്മേളനം വരുമ്പോൾ നിയമസഭാ സമ്മേളനത്തിൽ ബില്ലായിട്ട് അവതരിപ്പിക്കാനുള്ള നീക്കവും സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നടക്കുന്നത്. ശരി, പ്രശാന്താണ് വിവരങ്ങൾ നൽകിയത്.